ഗായ്സ്, വെൽക്കം ബാക്ക് ടു റാടെക് മലയാളി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എക്സ്റേ കാസറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കൺവെൻഷൻ സ്ക്രീൻ ഫിലിം റേഡിയോഗ്രാഫിയിലാണ് നമ്മൾ കാസറ്റ്സ് യൂസ് ചെയ്യുന്നത്. കാസറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റൻസിഫൈ സ്ക്രീനിൻ്റെയും സ്ക്രീൻ ഫിലിംസിൻ്റെ കൂടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാസറ്റ് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റൽസ് ഒക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് അൺഎക്സ്പോസ്ഡ് എക്സ്റേ ഫിലിംസ്, അതുപോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എക്സ്റേ ഫിലിംസ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കാസറ്റിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് ഇൻറ്റൻസിഫൈ സ്ക്രീൻസ് മൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാസറ്റ് എന്ന് പറയുന്ന ഒരു റബ്ബർ ഷീറ്റാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ. അതുപോലെ ഈ ഒരു സ്ക്രീനിൻ്റെ ഫിലിമും തമ്മിലുള്ള ഒരു അഡിക്വേറ്റ് കോണ്ടാക്റ്റ് ആണത് ഇൻ ബിറ്റ്വീൻ ചെയ്യുമ്പോൾ അത് തരുന്നത്. ഈ ഒരു കാസറ്റിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ലോ അറ്റോമിക് നമ്പർ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് എന്ന് പറയുന്ന ഹൈ അറ്റോമിക് നമ്പർ മെറ്റീരിയൽ വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സ്കാറ്റർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കാസറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ്. 70-40, 15-12, 14-40, 12-12, 12-10, 10-8, 12-6 എന്നൊക്കെ പറയുന്ന ഇഞ്ചസിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഇനി കാസറ്റ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കാസറ്റ് എന്ന് പറയുന്നത് എക്സ്റേ ഫിലിമിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ലൈറ്റിനെ, ഫിലിംസിലേക്ക് ലൈറ്റ് വരുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫിലിമിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ റേഡിയോഗ്രാഫിക് ഫിലിംസിനെ ഹോൾഡ് ചെയ്യാണ് ഈ കാസറ്റ് ചെയ്യുന്ന കാര്യം. അതുപോലെ തന്നെ ഡസ്റ്റുകൾ ഒന്നും വരാതെ നമ്മൾ നോക്കുന്നു. അതുപോലെ എക്സ്പോഷർ ടു ലൈറ്റ് വരാതെ നോക്കുന്നു. ബെൻഡിങ്ങോ സ്ക്രാച്ചസോ അങ്ങനെയൊന്നും വരാതെ നമ്മൾ നോക്കുന്നു. ഇതൊക്കെ ഈ ഒരു കാസറ്റ് നമ്മുടെ എക്സ്റേ ഫിലിമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതെല്ലാം കാസറ്റ് കൊണ്ട് യൂസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇൻറ്റൻസിഫൈ സ്ക്രീൻസ് ഉണ്ട്. അത് നമ്മുടെ ഫിലിമിനെ ക്ലോസ് ആൻഡ് യൂണിഫോം കോണ്ടാക്ട് വിത്ത് ദ സ്ക്രീൻ, ആ ഒരു കാര്യം ആക്കുകയാണ് ഈ ഒരു കാസറ്റ് കൊണ്ട് ചെയ്യുന്നത്. ഇനി ഈ കാസറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ലോ അറ്റോമിക് നമ്പർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. എക്സ്റേ ട്യൂബിനോട് ഫേസ് ആവുന്ന രീതിയിലാണ് ഇത് വരേണ്ടത്. അതുപോലെ തന്നെ റേഡിയോ ലൂസൻ മെറ്റീരിയൽസ് ലൈക്ക് ലൈറ്റ് വെയ്റ്റഡ് മെറ്റൽ, അലോയർ, പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടാണ് ഇത് കൺസിസ്റ്റ് ചെയ്യുന്നത്. എക്സ്റേസ് ഒക്കെ ഈസിലി പെനിട്രേറ്റ് ആവുന്ന രീതിയിലായിരിക്കണം അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് തിൻ ഇൻറ്റൻസിഫൈ സ്ക്രീനാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ നമുക്ക് ബാക്ക് ഓഫ് ദ കാസറ്റ് നോക്കാം. ബാക്ക് ഓഫ് ദ കാസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹൈ അറ്റോമിക് നമ്പർ മെറ്റീരിയൽസ് വെച്ചിട്ട് ബാക്ക് സ്കാറ്റർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് അത് ബാക്ക് സൈഡ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ലെഡ് ഷീറ്റ് ഒരു ലെയറിൻ്റെ അവിടെ ഉണ്ട്. അതെന്തിനു വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സ്കാറ്റർ റേഡിയേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലെഡ് ഷീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു ലെയർ ഓഫ് പാഡിംഗ് ആണ്. അതുപോലെ തന്നെ ഗുഡ് സ്ക്രീൻ ഫിലിം കോണ്ടാക്റ്റ് ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ ഇൻറ്റൻസിഫൈ സ്ക്രീൻ എന്ന് പറയുന്നത് തിക്കായിരിക്കും. ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞു തിന്നായിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് ബാക്കിൽ നമുക്ക് തിക്കായിരിക്കും വരുന്നത്. അതുപോലെ ഒരു പാഡിംഗ് വരുന്ന രീതിയിലാണ് അത് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കാസറ്റിന്റെ ലോക്കിംഗ് സിസ്റ്റം നോക്കാം. ഫ്രണ്ടും ബാക്കും എന്ന് പറയുന്ന രണ്ട് പോർഷൻസ് ഉണ്ട് ഇതിന്. ആ രണ്ട് പോർഷൻസ് എന്ന് പറയുന്നത് രണ്ടും ടൈറ്റ്ലി ആണ് നമ്മൾ വെക്കുന്നത്. ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അത് നമ്മുടെ ഫിലിമിനെ ലൈറ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഗുഡ് സ്ക്രീൻ ഫിലിം കോണ്ടാക്റ്റും കൂടി ആ ഒരു ലോക്കിംഗ് സിസ്റ്റം നമുക്ക് ആ ഒരു കാസറ്റിൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡിഫറെൻറ്റ് കാസറ്റ്സിന് ഡിഫറെൻറ്റ് ടൈപ്പിൽ ലോക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. സ്ലൈഡിങ് ലോക്കിംഗ് ബാസ് ഉണ്ട്, സ്പ്രിംഗ് ക്ലിപ്സ് ഉണ്ട്, ലോക്കിംഗ് ലിവർ ഉണ്ട്. അങ്ങനത്തെ ടൈപ്പിൽ അവൈലബിൾ ആണ് നമുക്ക് കാസറ്റ്സ്. ഇനി ടൈപ്പ് ഓഫ് കാസറ്റ്സിലേക്ക് പോവാം. സിംഗിൾ ഇൻറ്റൻസിഫൈ സ്ക്രീൻ കാസറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡബിൾ സ്ക്രീൻ കാസറ്റ് ഉണ്ട്, കർവ്ഡ് കാസറ്റ് ഉണ്ട്, ഗ്രിഡഡ് കാസറ്റ് ഉണ്ട്, മൾട്ടി സെക്ഷണൽ കാസറ്റ് ഉണ്ട്, ഫിലിം ചേഞ്ചർ കാസറ്റ് ഉണ്ട്. അതിൽ സിംഗിൾ ഇൻറ്റൻസിഫൈ സ്ക്രീൻ കാസറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാമോഗ്രഫിയിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിംഗിൾ സൈഡിൽ മാത്രമേ ഈ ഒരു ഇൻറ്റൻസിഫൈ സ്ക്രീന് മൗണ്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് ബാക്ക് സൈഡ് ഓഫ് ദ കാസറ്റിലായിരിക്കും ഇത് മൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത് സിംഗിൾ എമൽഷൻ ഫിലിം ആയിരിക്കും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഡബിൾ സ്ക്രീൻ കാസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷൻ റേഡിയോഗ്രാഫിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡബിൾ എമൽഷൻ കോട്ടഡ് ഫിലിമാണ് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഇൻറ്റൻസിഫൈ സ്ക്രീൻസ് വരുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്.
കർവ്ഡ് കാസറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്മോളർ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് കർവ് ഷേപ്പിലായിരിക്കും. അതുകൊണ്ട് അത് ഒരു ഗുഡ് ഒബ്ജക്റ്റ് ആൻഡ് കാസറ്റ് കോണ്ടാക്ട് ആണ് തരുന്നത്. ഇത് നമ്മൾ മാൻഡിബിൾ റേഡിയോഗ്രാഫി, ഡെന്റൽ റേഡിയോഗ്രാഫിയിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഗ്രിഡഡ് കാസറ്റ് എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡറി റേഡിയേഷൻ ഗ്രിഡ് അതിന്റെ ഫ്രണ്ട് സൈഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സ്കാറ്റർ റേഡിയേഷനെ റിഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇമേജ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. ഇത് ബെഡ് സൈഡ് റേഡിയോഗ്രാഫിയിലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മൾട്ടി സെക്ഷണൽ കാസറ്റ്, മൾട്ടി സെക്ഷണൽ റേഡിയോഗ്രാഫിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് 3 to 7 ഫിലിംസ് ഒക്കെ ഒരു സമയത്ത് ഇതിൻ്റെ അകത്ത് ഒക്യുപ്പൈ ചെയ്യാം, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ നമുക്ക് കഴിയും. അതിൻ്റെ അകത്ത് സ്പേസർ ഉണ്ട്. അത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിലിമിനെ സ്ക്രീനിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ സ്പേസർ യൂസ് ചെയ്യുന്നത്. കാരണം 3 to 7 ഫിലിംസ് ഒക്കെ ഒരു ടൈമിൽ അത് ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ആ സ്പേസർ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റത്തെയാണ് ഫിലിം ചേഞ്ചർ കാസറ്റ്. അത് നമ്മൾ ആൻജിയോഗ്രാഫി പോലുള്ള കാര്യങ്ങളിലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് കാസറ്റ്സ് ആണ് അതിൻ്റെ അകത്ത് സീരീസ് ആയിട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പർ കാസറ്റ് എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ആണ്. ആ സമയത്ത് നമുക്ക് മറ്റേത് മാനുവലി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കാസറ്റിന്റെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. കാസറ്റ് നമ്മൾ എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യണം, ഇറഗുലർ ഇന്റർവെൽസിൽ ഇൻസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇന്റൻസിഫൈ സ്ക്രീൻ എന്ന് പറയുന്നത് ലൂസ് ആയിട്ടാണ് ഉണ്ടെങ്കിൽ നമ്മളത് റീഅറ്റാച്ച് ചെയ്യണം ഇമ്മീഡിയറ്റ്ലി. അതുപോലെ ഫോം റബ്ബർ എന്നൊക്കെ പറയുന്ന അതിന്റെ ബാക്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഫോം റബ്ബർ എന്നൊക്കെ പറയുന്നത് ഡാമേജ്ഡ് ആണെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യണം, അതൊക്കെ മാറ്റണം. അതുപോലെ ഓൾഡ് സ്റ്റെയിൻഡ് ഓർ ക്രാക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യണം ഇമ്മീഡിയറ്റ്ലി. ലൈറ്റ് ലീക്കേജ് എന്തെങ്കിലും ഒക്യൂർ ആകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. കാസറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ലെഫ്റ്റ് ഓപ്പൺ ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡേർട്ടും ഡസ്റ്റൊക്കെ നമുക്ക് ആ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് മൗണ്ട് ആയി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കാസറ്റ് മെയിൻ്റെനൻസിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടൈപ്സ് ഓഫ് കാസറ്റ്സ്, എക്സ്റേ കാസറ്റ്സിൽ വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.